ഇറാൻ യുദ്ധം അവസാനിക്കാറായോ എന്ന ചോദ്യം അന്താരാഷ്ട്ര തലത്തിൽ ഉയർന്നു കേൾക്കുന്നതിനിടെ തന്നെ ആക്രമണത്തിന്റെ പുതിയ സംഭവ വികാസങ്ങൾ കൂടി ഉടലെടുത്തിരിക്കുകയാണ്. ഇറാനിൽ നിന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇറാന്റെ ഭാഗത്തു നിന്ന് അമേരിക്കയ്ക്ക് ഇരട്ട പ്രഹരം ലഭിച്ചു എന്ന് പറയാം. അതിൽ ഏറ്റവും പ്രധാനം അമേരിക്കയുടെ പുതിയ ഒരു യുദ്ധവിമാനം കൂടി ആക്രമിച്ചതായുള്ള ഇറാന്റെ അവകാശവാദമാണ്. US സേനയുടെ F-18 യുദ്ധവിമാനം ആക്രമിച്ചതായി ഇന്നലെ ഇറാൻ അവകാശപ്പെട്ടിട്ടുണ്ട്. ഇറാനിലെ പ്രസ് ടിവിയാണ് ഇത് സംബന്ധിച്ച ഒരു വാർത്ത ഒരു വീഡിയോ സഹിതം പുറത്തുവിട്ടത്. അതിനു മുൻപായി അമേരിക്കയുടെ കരുത്തനായ യുദ്ധക്കപ്പൽ എബ്രഹാം ലിങ്കണും ആക്രമിച്ചതായി ഇറാൻ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ഈ രണ്ട് സംഭവങ്ങളും നിഷേധിച്ചിരിക്കുകയാണ് അമേരിക്ക. അതിനിടെ ഇസ്രയേലിൽ ആക്രമണം നടത്തിയതായി ഹിസ്ബുള്ളയും അവകാശപ്പെടുന്നുണ്ട്. ടെല്ലവീവിലെ ഇസ്രായേൽ സൈനികാസ്ഥാനം ആക്രമിച്ചതായാണ് ഹിസ്ബുള്ള പറയുന്നത്. ഇതിനോട് ഇസ്രയേലും പ്രതികരിച്ചിട്ടില്ല. ഒന്നിലധികം ദൗത്യങ്ങൾ ഒരേ സമയം വഹിക്കാൻ ശേഷിയുള്ള സൂപ്പർ ഹോർണറ്റ് മൾട്ടി റോൾ യുദ്ധവിമാനമാണ് F-18. ലിബിയ, ഇറാഖ് യുദ്ധങ്ങളടക്കം ഇപ്പോൾ നടക്കുന്ന ഇറാൻ യുദ്ധത്തിലുമടക്കം അമേരിക്കയുടെ കുന്തമുന. വിമാനവാഹിനി കപ്പലുകളിൽ നിന്ന് പ്രവർത്തിക്കാൻ ശേഷിയുള്ള F-18 എന്ന ഇരട്ട എഞ്ചിൻ വിമാനം റിനോ എന്ന ഇരട്ട പേരിലും അറിയപ്പെടുന്നുണ്ട്. വ്യോമാക്രമണം, ശത്രു വിമാനങ്ങളെ തകർക്കൽ, ശത്രു നിരീക്ഷണം, ഇന്ധനം നിറയ്ക്കൽ തുടങ്ങി വ്യത്യസ്ത റോളുകൾ വഹിക്കാൻ ശേഷിയുള്ള ബഹുമുഖ പ്രതിഭയാണ് F-18. അത്യാധുനിക AESA റഡാർ സംവിധാനവും വിപുലമായ ഇലക്ട്രോണിക് സംവിധാനങ്ങളും ബ്ലോക്ക് 3 നെറ്റ്വർക്ക് സംവിധാനവുമുള്ള F-18 ആക്രമിച്ചു എന്ന വാർത്ത അമേരിക്കൻ സൈനിക ലോകത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. അവർ വാർത്ത നിഷേധിച്ചിട്ടുണ്ട് എങ്കിൽ കൂടി. പക്ഷേ ഒരു വിമാനവും ആക്രമിക്കപ്പെട്ടിട്ടില്ല എന്നതിനപ്പുറം അമേരിക്കൻ സെൻട്രൽ കമാൻഡ് മറ്റൊരു പ്രതികരണത്തിനും മുതിർന്നിട്ടില്ല. യുദ്ധവിമാനം ആക്രമിക്കപ്പെട്ടു എന്ന് സ്ഥിരീകരിച്ചാൽ അത് അമേരിക്കൻ സൈന്യത്തിനുണ്ടാക്കുന്ന മാനക്കേട് വളരെ വലുതായിരിക്കും. കാരണം 3 ആഴ്ചക്കിടെ 3 യുദ്ധവിമാനങ്ങളാണ് ഇറാൻ ആക്രമിച്ചത്. ഇത് യുദ്ധത്തിൽ അമേരിക്കയുടെ മേൽക്കോയ്മ ഇല്ലാതാക്കുന്നതിന് തെളിവാണ്. അമേരിക്കയുടെ അത്യാധുനിക F-18 യുദ്ധവിമാനം ലക്ഷ്യം വെച്ച് ആക്രമിക്കുന്നതിൽ തങ്ങൾ വിജയിച്ചതായി ഇറാൻ സൈന്യം IRGC ആണ് അവകാശപ്പെട്ടത്. F-18 ആക്രമിക്കുന്നത് എന്ന് പറഞ്ഞ് ഒരു വീഡിയോയും ഔദ്യോഗിക ഇറാൻ മാധ്യമമായ പ്രസ് TV പുറത്തുവിട്ടു. ആകാശത്ത് വെച്ച് വിമാനത്തിന് സമീപം സ്ഫോടനമുണ്ടാകുന്നതും തുടർന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ട ഒരു വിമാനം താഴേക്ക് പതിക്കുന്നതുമാണ് ദൃശ്യങ്ങളിലുള്ളത്. വിമാനം തകരുന്നതിന് തൊട്ടുമുൻപ് പൈലറ്റ് പാരച്യൂട്ട് വഴി പുറത്തേക്ക് ചാടിയതായാണ് റിപ്പോർട്ട്. എന്നാൽ ഈ അവകാശവാദത്തോട് അമേരിക്കൻ സൈന്യം ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ഇതിനിടെ അമേരിക്കയ്ക്ക് ഇരട്ട പ്രഹരം എന്ന രീതിയിൽ USS എബ്രഹാം ലിങ്കൺ കപ്പൽ ആക്രമിച്ചതായും ഇറാൻ അവകാശപ്പെട്ടിട്ടുണ്ട്. ലോകത്തിലെ 2ാമത്തെ വലിയ യുദ്ധവിമാനവാഹിനി കപ്പൽ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന എബ്രഹാം ലിങ്കൺ യുദ്ധക്കപ്പലിലേക്ക് ക്രൂയിസ് മിസൈൽ വിക്ഷേപിച്ചതായാണ് ഇറാൻ ആർമി അവകാശപ്പെട്ടത്. എബ്രഹാം ലിങ്കൺ കപ്പൽ സൂക്ഷ്മ നിരീക്ഷണത്തിലാണ് എന്നും ഇറാൻ പ്രദേശത്തിനടുത്തെത്തിയാൽ ലക്ഷ്യമിടുമെന്നും ഇറാൻ നാവികസേന അമേരിക്കയ്ക്ക് നേരിട്ട് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ആക്രമണം നടന്നത്. നേരത്തെയും എബ്രഹാം ലിങ്കണെ ആക്രമിച്ച് പ്രദേശത്ത് നിന്ന് ഓടിച്ചതായി ഇറാൻ അവകാശപ്പെട്ടതാണ്. ഇറാന്റെ അവകാശവാദങ്ങൾ ശരിയാണ് എങ്കിൽ 1 മാസം പിന്നിടുന്ന യുദ്ധത്തിന്റെ നാൾവഴികളിൽ കഴിഞ്ഞ 3 ആഴ്ചക്കിടെ 3 യുദ്ധവിമാനങ്ങളാണ് ഇറാൻ ആക്രമിച്ചത്. അതിലൊന്ന് റഡാറുകൾക്ക് പോലും കണ്ടെത്താനാകില്ല എന്ന് അമേരിക്ക അവകാശപ്പെട്ടിരുന്ന F-35 സ്റ്റെൽത്ത് വിമാനമാണ്. മാർച്ച് 5-നാണ് ആദ്യമായി അമേരിക്കയുടെ F-15 യുദ്ധവിമാനം തകർത്തതായി ഇറാൻ അവകാശപ്പെട്ടത്. ഇത് അമേരിക്ക നിഷേധിച്ചിരുന്നു. പിന്നീട് മാർച്ച് 19-ന് അമേരിക്കയുടെ കരുത്തനായ ഒളിപ്പോരാളി എന്ന് വിശേഷണമുള്ള F-35 സ്റ്റെൽത്ത് ജെറ്റും ആക്രമിച്ചതായി ഇറാൻ അവകാശപ്പെട്ടു. ഇതിന് പിന്നാലെ ഇപ്പോഴത്തെ F-18 യുദ്ധവിമാനവും ആക്രമിച്ചതായി ഇറാൻ അവകാശവാദം ഉന്നയിക്കുന്നു. എന്നാൽ വിമാനം ആക്രമിച്ചു എന്ന വാർത്ത അമേരിക്ക പാടെ നിഷേധിക്കുകയാണ് ചെയ്തത്. ആദ്യത്തെ 2 സംഭവങ്ങളും ഇറാന്റെ ആക്രമണമല്ല എന്നും ചില വിമാനങ്ങൾക്ക് ചില തകരാറുകൾ കണ്ടതിനെ തുടർന്ന് തിരിച്ചു വിളിക്കുകയാണ് ഉണ്ടായത് എന്നുമാണ് അമേരിക്കൻ സൈന്യം പറഞ്ഞത്. ഇറാന്റെ മിസൈൽ സംവിധാനങ്ങളുടെ പരിധിയിൽ അമേരിക്കൻ വിമാനവാഹിനി കപ്പൽ പ്രവേശിച്ചാൽ ആർമി നേവി അതിനെ ആക്രമിക്കുമെന്ന് ഇറാനി നേവി കമാൻഡർ റിയർ അഡ്മിറൽ ഷഹറാം ഇറാനി നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇറാനിയൻ വൈദ്യുത നിലയങ്ങൾക്കെതിരെ ആക്രമണം നടത്താനുള്ള 48 മണിക്കൂർ അന്ത്യശാസനത്തിൽ നിന്ന് ഡൊണാൾഡ് ട്രംപ് പിന്മാറിയെന്ന പ്രസ്താവനയ്ക്ക് പിന്നാലെയായിരുന്നു ഈ മുന്നറിയിപ്പ്. ഇതിന് പിന്നാലെ എബ്രഹാം ലിങ്കണിലേക്ക് ക്രൂയിസ് മിസൈൽ പ്രയോഗിച്ചതായി ഇറാൻ സൈന്യം അവകാശവാദം ഉന്നയിച്ചു.
വെടിനിർത്തൽ സാധ്യതകൾ ഒരു ഭാഗത്ത് തുടരുന്നതിനിടെ തന്നെ സംഘർഷം പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുന്നതിന്റെ സൂചനകളാണ് ഈ പുതിയ സംഭവ വികാസങ്ങളെല്ലാം നൽകുന്നത്. ഇതിനെല്ലാം അപ്പുറത്ത് ഇസ്രായേൽ സൈന്യത്തിന്റെ ടെൽ അവീവിലെ ആസ്ഥാനം ആക്രമിച്ചതായി ഹിസ്ബുള്ളയും അവകാശപ്പെടുന്നുണ്ട്. ഇസ്രായേൽ സൈനിക ഇന്റലിജൻസിന്റെ സെൻട്രൽ ടെൽ അവീവിലുള്ള കേന്ദ്രം പ്രത്യേക മിസൈലുകളാൽ ആക്രമിച്ചുവെന്നാണ് ഹിസ്ബുള്ളയുടെ അവകാശവാദം. എന്നാൽ ഇസ്രായേൽ ഇതുവരെ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. ഇസ്രായേൽ നഗരങ്ങളും US സൈനിക ആസ്ഥാനങ്ങളും ആക്രമിച്ചതായി ഇറാനും പറഞ്ഞു. ഇസ്രായേലിലെ സാറ്റലൈറ്റ് കേന്ദ്രങ്ങളും ജോർദാനിലെ അൽ അസ്റാഖ് വ്യോമത്താവളം, ബഹ്റൈനിലെ ഷെയ്ഖ് ഇസ താവളം, കുവൈത്തിലെ അലി അൽ സലീം, ആരിഫ് ജാൻ എന്നിവയടക്കം പശ്ചിമേഷ്യയിലുള്ള US സൈനിക താവളങ്ങളും ആക്രമിച്ചതായാണ് ഇറാൻ അവകാശപ്പെടുന്നത്. ഹൈഫ, ഡിമോണ തുടങ്ങിയ നഗരങ്ങളിലടക്കം ഇസ്രായേലിലെ 70ഓളം സ്ഥലങ്ങളിൽ ആക്രമണം നടത്തിയതായി ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. അതേസമയം US-മായി ചർച്ചകൾ നടത്തുന്നില്ല എന്നും പ്രതിരോധം തുടരുക എന്നതാണ് തങ്ങളുടെ പദ്ധതിയെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാച്ചി വ്യക്തമാക്കിയിട്ടുണ്ട്. യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ അമേരിക്കയിൽ നടത്തിയ ഒരു ഓൺലൈൻ അഭിപ്രായ സർവേയിൽ സ്വന്തം രാജ്യത്ത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ജനപിന്തുണ വൻതോതിൽ ഇടിഞ്ഞതായും പറയപ്പെടുന്നു. ഇറാൻ സംഘർഷവും രാജ്യത്തെ സാമ്പത്തിക സാഹചര്യങ്ങളുമാണ് ട്രംപിനോടുള്ള പൊതുജനങ്ങളുടെ അതൃപ്തി വർദ്ധിക്കാൻ കാരണമെന്നാണ് പറയപ്പെടുന്നത്. ട്രംപിന്റെ സ്വീകാര്യത റേറ്റിംഗ് എക്കാലത്തെയും താഴ്ന്ന നിലയിൽ എത്തിയിരിക്കുകയാണ്. ഇറാനെതിരായ US ആക്രമണങ്ങളെ 35% പേർ മാത്രമാണ് അംഗീകരിക്കുന്നത്. 61% പേർ ശക്തമായി വിയോജിക്കുകയും ചെയ്യുന്നു. പ്രസിഡന്റ് പദവിയുടെ അംഗീകാരവും ചോദ്യം ചെയ്യപ്പെടുകയാണ്. നിലവിൽ 36% പേർ മാത്രമാണ് പ്രസിഡന്റ് പദവിയിൽ ട്രംപിനെ അംഗീകരിക്കുന്നത്. ട്രംപ് പ്രസിഡന്റായതിനു ശേഷം പ്രസിഡന്റ് പദവിയിലെ ഏറ്റവും കുറഞ്ഞ അംഗീകാര റേറ്റിംഗ് ആണ് ഇത്. ഒരാഴ്ച മുമ്പ് നടത്തിയ വോട്ടെടുപ്പിൽ 40% ഉണ്ടായിരുന്ന റേറ്റിംഗ് ആണ് 36 ചുരുങ്ങിയത്. അതേസമയം റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ളിൽ ട്രംപിനുള്ള പിന്തുണ അതേപോലെ തന്നെ തുടരുന്നുമുണ്ട്. അതേസമയം യുദ്ധ സാഹചര്യത്തിൽ ആഗോള രാഷ്ട്രീയത്തിൽ അമേരിക്കയേക്കാൾ ഇറാന് മേൽക്കൈ ലഭിച്ചുവെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് മുൻ MI16 മേധാവി സർ അലക്സ് യങ്ങർ. ഡൊണാൾഡ് ട്രംപിന്റെ നയതന്ത്ര പരാജയങ്ങൾ ഇറാൻ മുതലെടുത്തുവെന്നാണ് അലക്സ് യങ്ങറുടെ നിരീക്ഷണം. ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ പ്രതിരോധ മേഖലയ്ക്ക് അടിയന്തര പ്രാധാന്യം നൽകിയില്ല എങ്കിൽ ഭാവിയിൽ വലിയ വില നൽകേണ്ടി വരുമെന്ന് പാർലമെന്ററി സമിതിയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാന്റെ കരുത്തിനെ തെറ്റിദ്ധരിച്ച് വില കുറച്ച് കണ്ടതാണ് അമേരിക്കയ്ക്ക് തിരിച്ചടിയായത്. യുദ്ധം ആരംഭിച്ച ശേഷം 2 ആഴ്ച മുൻപ് തന്നെ മേഖലയിൽ അമേരിക്കയ്ക്ക് നിയന്ത്രണം നഷ്ടമായി എന്ന് യങ്ങർ ഒരു അന്താരാഷ്ട്ര മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. 2 ആഴ്ചയായുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ ഇക്കാര്യം വ്യക്തമാവുകയും ചെയ്യും. 3 യുദ്ധവിമാനങ്ങൾ ആക്രമിച്ചതും യുദ്ധക്കപ്പൽ ആക്രമിച്ചതും ജെറാൾഡ് ഫോർ കപ്പലിന് പിന്മാറേണ്ടി വന്നതും എല്ലാം അമേരിക്കയ്ക്ക് തിരിച്ചടി തന്നെയാണ്. 6ഓളം യുദ്ധവിമാനങ്ങൾ കുവൈറ്റ് സേന ആളുമാറി വെടിവെച്ചിടുകയും ചെയ്തിരുന്നു. ഇത് ഇറാൻ ഈ വിമാനങ്ങളുടെ സിഗ്നലിലേക്ക് നുഴഞ്ഞുകയറി തെറ്റായ സിഗ്നൽ കൊടുത്തതുകൊണ്ടാണ് എന്നും പറയപ്പെടുന്നുണ്ട്. ഈ സമയം മുതലാണ് അമേരിക്ക വെടിനിർത്തലിന് ഇറാനെ പ്രേരിപ്പിക്കാൻ തുടങ്ങിയത് എന്നുകൂടി ചേർത്ത് വായിച്ചാൽ യങ്ങറുടെ വാദങ്ങളിൽ കഴമ്പുണ്ട് എന്ന് മനസ്സിലാകും. പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചപ്പോഴും ഇസ്രയേൽ ഇറാനിൽ ആക്രമണം തുടർന്നിരുന്നു. ഈ ആക്രമണങ്ങൾക്ക് കണക്കിന് കൊടുത്ത് ഇസ്രയേലിനെ വിറപ്പിച്ചുകൊണ്ട് ഇറാൻ ആവനാഴിയിലെ ബ്രഹ്മാസ്ത്രം പുറത്തെടുത്തിരിക്കുകയാണ്. ഇസ്രയേലിന് കനത്ത പ്രഹരമേൽപ്പിച്ചുകൊണ്ട് ഇറാൻ നടത്തിയ മരണ ബോംബിങ്ങിൽ വിറച്ചിരിക്കുകയാണ് ഇസ്രയേൽ. ടെൽ അവീവിൽ ഇറാന്റെ ക്ലസ്റ്റർ ബോംബുകൾ പതിച്ചതായും വലിയ നാശനഷ്ടമുണ്ടായതായും റിപ്പോർട്ടുകൾ പറയുന്നു. വെടിനിർത്തൽ സാധ്യതകൾ ആരായുന്നതിനിടയിലും ആക്രമണം നടത്തി വെടിനിർത്തൽ സാധ്യതകൾക്ക് തുരങ്കം വയ്ക്കുന്ന ഇസ്രായേൽ സൈന്യത്തിന് കണക്കറ്റ മറുപടിയാണ് ഇറാൻ നൽകിയിരിക്കുന്നത്. ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങൾ 5 ദിവസത്തേക്ക് ആക്രമിക്കില്ല എന്ന ട്രംപിന്റെ ഉറപ്പ് ലംഘിച്ചാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിച്ചത്. ഇതിന് കഴിഞ്ഞ ദിവസം തന്നെ ഇറാൻ ഇസ്രായേലിൽ പ്രത്യാക്രമണം നടത്തിയിരുന്നു. ഇതിനു പുറമെയാണ് ഇപ്പോൾ ക്ലസ്റ്റർ ബോംബിംഗ് നടത്തി ഇസ്രായേലിനെ വിറപ്പിച്ചിരിക്കുന്നത്. മധ്യ ഇസ്രായേൽ ലക്ഷ്യമിട്ടായിരുന്നു ഇറാന്റെ മിസൈൽ ആക്രമണം. ടെൽ അവീവിനടുത്തുള്ള ബനൈ ബ്രാക്കിൽ മിസൈലുകൾ പതിച്ച് വൻ നാശനഷ്ടമുണ്ടായി. ക്ലസ്റ്റർ ബോംബുകൾ പ്രദേശത്ത് വ്യാപകമായി പതിച്ചുവെന്നും ജനവാസ മേഖലയിൽ നിരവധി ആളുകൾക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു. ബോംബ് സ്ഫോടനത്തിലും മിസൈൽ ആക്രമണത്തിൽ കെട്ടിടം തകർന്നു വീണുമാണ് ആളുകൾക്ക് പരിക്കേറ്റത്. നിരവധി യുവാക്കൾക്കും കുട്ടികൾക്കും അടക്കം ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ബനൈ ബ്രാക്കിന് പുറമെ പെറ്റാത്തിക്കോയിലും മിസൈൽ അവശിഷ്ടങ്ങൾ പതിച്ചു. റോഷ്ഹായിനിൽ വാഹനങ്ങൾക്ക് മുകളിൽ ബോംബുകൾ വീണതായും പറയപ്പെടുന്നുണ്ട്. ആക്രമണങ്ങളുടെ ദൃശ്യങ്ങളടക്കം IRGC പുറത്തുവിട്ടു. അതിനിടെ ടെൽ അവീവ് ലക്ഷ്യമിട്ടെത്തിയ മറ്റൊരു മിസൈൽ നിർവീര്യമാക്കിയതിന്റെ വീഡിയോ IDFും പുറത്തുവിട്ടിട്ടുണ്ട്. ഇതുവരെ സ്വീകരിച്ച യുദ്ധതന്ത്രങ്ങളിൽ നിന്നും യുദ്ധരീതികളിൽ നിന്നും വ്യത്യസ്തമായി ജനവാസ മേഖലകളിലേക്ക് കൂടി ആക്രമണം എത്തിയിരിക്കുകയാണ് എന്ന് ഇതിൽ നിന്ന് വ്യക്തം.
ഇതുവരെ ഇറാൻ സ്വീകരിച്ച യുദ്ധരീതി ശത്രുക്കളുടെ സൈനിക താവളങ്ങളും ഭരണകേന്ദ്രങ്ങളും ഊർജ്ജ കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ടായിരുന്നു. ഇപ്പോൾ ഇസ്രയേലിൽ നടത്തിയ ക്ലസ്റ്റർ ബോംബിംഗ് ജനവാസ മേഖലകൾ കൂടി ലക്ഷ്യമിട്ടാണ്. ഇത് ഗുരുതരമായ അവസ്ഥയാണ് എന്ന് മനുഷ്യാവകാശ സംഘടനകളും പറയുന്നു. കൂടുതൽ പ്രഹരശേഷിയുള്ള മിസൈലുകളാണ് ഇപ്പോൾ ഇറാൻ പ്രയോഗിക്കുന്നത്. ഇറാന് ഇനി സൈന്യം അവശേഷിക്കുന്നില്ല എന്നും മിസൈലുകൾ ഇല്ലാതായി എന്നും ട്രംപ് അവകാശവാദം ഉന്നയിച്ച് തീരും മുൻപ് തന്നെ തങ്ങളുടെ പ്രഹരശേഷി അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഇറാൻ വ്യക്തമാക്കി കൊടുത്തു. F-18 യുദ്ധവിമാനവും USS എബ്രഹാം ലിങ്കൺ കപ്പലും ആക്രമിച്ചുകൊണ്ടാണ് ട്രംപിന് മറുപടി നൽകിയത് എങ്കിൽ ഇസ്രയേലിന് അവരുടെ നെഞ്ചത്തിട്ട് ബോംബ് പൊട്ടിച്ചുകൊണ്ടായിരുന്നു മറുപടി. ഇതിൽ തന്നെ ഇസ്രയേലിലെ തന്നെ ഏറ്റവും സുരക്ഷിതമെന്ന് അവകാശപ്പെടുന്ന തെക്കൻ നെഗേവ് മരുഭൂമിയിലെ പ്രധാന ആണവ ഗവേഷണ കേന്ദ്രത്തിനടുത്തുള്ള ഡിമോണ പട്ടണത്തിൽ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ പതിച്ചത് ഇസ്രയേലിനെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ മധ്യ ഇസ്രയേലിന്റെ തലസ്ഥാനത്ത് ക്ലസ്റ്റർ ബോംബുകൾ കൂടി ഇറാൻ വർഷിച്ചത്. ഇസ്രയേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തതായും ടെൽ അവീവിലെയും ബീർഷീവയിലെയും സൈനിക ഇന്റലിജൻസ് കേന്ദ്രങ്ങൾ ആക്രമിച്ചതായും ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. സ്വയം പ്രതിരോധിക്കാൻ തങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇറാൻ തിരിച്ചടി തുടരുന്നത്. ഇറാനെ ആക്രമിക്കാൻ സ്വന്തം ഭൂമി വിട്ടു നൽകുന്ന മറ്റു രാജ്യങ്ങൾ ദുഃഖിക്കേണ്ടി വരുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നു. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള നയതന്ത്ര ചർച്ചകൾ തുടരുകയാണ് എന്ന് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് അവകാശപ്പെടുന്നതിനിടെ തന്നെ ഇറാനെ ലക്ഷ്യമിട്ട് ഇസ്രയേലും ആക്രമണം നടത്തുകയാണ്. വ്യാഴാഴ്ച പുലർച്ചെ ബൂഷഹറിലെ ആണവ നിലയം ലക്ഷ്യമിട്ട് ഇസ്രയേൽ ആക്രമണം നടത്തിയിരുന്നു. പ്ലാന്റിന് സാരമായ കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല എന്നും പ്രവർത്തനം സാധാരണ നിലയിൽ മുന്നോട്ട് പോകുന്നുണ്ട് എന്നും ഇറാൻ രാജ്യാന്തര ആണവോർജ്ജ ഏജൻസിയെ അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസം മുൻപും, അതായത് ട്രംപ് 5 ദിവസത്തെ താൽക്കാലിക യുദ്ധവിരാമം പ്രഖ്യാപിച്ചതിന് പിന്നാലെയും ഇസ്രായേൽ ഇറാനിലെ ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിച്ചിരുന്നു. ഇസ്രായേലും US ചേർന്ന് 2 വാതക പ്ലാന്റുകളും ഒരു പൈപ്പ് ലൈനും ആക്രമിച്ചുവെന്ന് ചൊവ്വാഴ്ച ഇറാൻ പറഞ്ഞതാണ്. ഖുറം ഷഹറിലെ പവർ പ്ലാന്റും പൈപ്പ് ലൈനും ഇസ്ഫഹാനിലെ ഊർജ്ജ നിലയവുമാണ് ആക്രമിക്കപ്പെട്ടത്. ഇതിന് ഇറാൻ മറുപടി നൽകിയത് ഇസ്രയേലിലെ ഡിമോണ പട്ടണത്തിൽ ആണവ കേന്ദ്രത്തിന് തൊട്ടടുത്ത് വരെ ബോംബിട്ടുകൊണ്ടാണ്.